രക്തതാരകം മാഞ്ഞു. സമരനായകൻ VS ഇനി ജനഹൃദയങ്ങളിൽ. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കൊപ്പം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ VS ഇനി അന്ത്യവിശ്രമം കൊള്ളും. ആലപ്പുഴയിൽ നിന്നും പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇല്ല ഇല്ല മരിക്കില്ല ഞങ്ങളിലൂടെ എന്നും ജീവിക്കും എന്നുള്ള ഈ മുദ്രാവാക്യം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ മറക്കാൻ സാധിക്കില്ല. അത്ര കണ്ട് ജനഹൃദയങ്ങളിൽ ചിരകാല പ്രതിഷ്ഠ നേടിയിരിക്കുന്നു VS അച്യുതാനന്ദൻ. ഇപ്പോൾ P കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ, S സുകുമാരൻ, CK ചന്ദ്രപ്പൻ, TV തോമസ്, KR ഗൗരിയമ്മ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത് വലിയ ചുടുകാട്ടിലാണ്. അവിടേക്ക് ഈ രക്തതാരകം മാഞ്ഞു. ജനഹൃദയങ്ങളിൽ മറ്റ് VS എന്ന ആ ഒരു അതുല്യ പ്രതിഭ തെളിയുന്നു. പ്രസാദ് കാളിദാസൻ, വിവരങ്ങൾ. അതുതന്നെയാണ് വൃന്ദ. പുന്നപ്ര വയലാർ ഈ സമരഭൂമിയിൽ തനിക്ക് പതിച്ചു കിട്ടിയ EMS സർക്കാരിന്റെ കാലത്ത് തനിക്ക് പതിച്ചു കിട്ടിയ ആ ഭൂമിയിൽ ഒടുവിലെ യാത്ര നടത്തിയിരിക്കുന്നു. VS അച്യുതാനന്ദൻ എന്ന ജനങ്ങളുടെ, അണികളുടെ, പ്രവർത്തകരുടെ പ്രിയപ്പെട്ട നേതാവ് VS എന്ന ആ രണ്ടക്ഷരം ഇനിയിപ്പോൾ ഈ ഒരു ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു വിവരം എന്ന് പറയുന്നതും. അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ അനുസ്മരണ സമ്മേളനങ്ങളിൽ പോലും VS-നെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. ഈ അവസാനത്തെ ഈ ഒരു യാത്രയ്ക്ക് ശേഷവും മുദ്രാവാക്യം വിളികൾക്കൊന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല. കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് വീണ്ടും വീണ്ടും പാടുന്നു. ആര് പറഞ്ഞു മരിച്ചെന്ന്? VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഓർമ്മകളിൽ മാത്രം നിറഞ്ഞു നിൽക്കും VS. ഇനി അങ്ങോട്ടുള്ള കാലം അന്ത്യമായത് ഒരു ശതകത്തിനാണ്. 102 വർഷത്തെ ആ ഒരു പോരാട്ട ജീവിതത്തിന് ഇപ്പോൾ ആ ഒരു പോരാട്ട ജീവിതം ഇപ്പോൾ അഗ്നിക്കിരയായി, അത് ധൂളിയായി പോകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രവർത്തകരടക്കം അവരുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിയാണ് ഒടുവിലെ യാത്ര പ്രിയപ്പെട്ട അണികളുടെ പ്രിയപ്പെട്ട VS നടത്തിയിരിക്കുന്നത്. VS-നെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഇവിടെ CPIM നേതാക്കളടക്കം, CPIM നേതൃത്വം അടക്കം. നമ്മൾ ഈ ഒരു ഘട്ടത്തിലും ഏറെ വിഷമത്തോടെയാണ് അണികൾ ഇവിടെ നിന്നും വിട്ടുപോകുന്നത്. ഈ പോരാട്ട ഭൂമിയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ രക്തസാക്ഷിയായി തന്നെ കണക്കാക്കുന്നു VS അച്യുതാനന്ദൻ എന്ന ആ നേതാവിനെ, പുന്നപ്ര വയലാർ സമരത്തിന്റെ സമരനായകനെ. ഗൗരിയമ്മയ്ക്കൊപ്പം അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാറിനെ മുന്നിൽ നിന്ന് നയിച്ച നിരവധി നേതാക്കൾക്കൊപ്പം ഇനി അങ്ങോട്ടുള്ള കാലം അന്ത്യവിശ്രമം കൊള്ളും VS അച്യുതാനന്ദൻ. ഇപ്പോൾ ഈ ഒരു പുകപടലം അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. VS അങ്ങനെ ആ പുകയായി VS അച്യുതാനന്ദൻ ആകാശത്തിലേക്ക് ലയിക്കുന്നു. ആ പുക അവിടെ എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിഷമത്തോടെയാണ് ഈ ഒരു കാഴ്ചകളടക്കം. ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ആ VS, തങ്ങൾ നീട്ടി VS അച്ചുമാമ എന്ന് വിളിച്ച ആ വലിയ നേതാവ്. പോരാട്ടങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നയിച്ച നിലപാടുകളാണ് തന്റെ ജീവിതം. സമരം തന്നെയാണ് തന്റെ ജീവിതം. ഇടപെടലുകൾക്ക് അവസാനമില്ലാത്ത ജീവിതം, സമരങ്ങൾക്ക് ഇടവേളകൾ നൽകാത്തൊരു ജീവിതമാണ് ഇപ്പോൾ ഈ ഒരു സമരഭൂമികയിൽ അങ്ങനെ അഗ്നിക്കിരയായി അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഓർമ്മകൾ എത്ര കാലം, ഇനിയുള്ള കാലം, ഭൂമിയുള്ളിടത്തോളം കാലം VS അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. മേഘാവൃതമായ ഈ ഒരു അന്തരീക്ഷത്തിലും അന്തിവിണ്ണിലൊരു അമ്പിളിക്കല തെളിയുന്നുണ്ടെങ്കിൽ ആ അമ്പിളിക്കലയ്ക്ക് ചന്തമാകാൻ ഒരു ചെന്താരകമായി VS ആയിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രവർത്തകരടക്കം അത്രത്തോളം ആവേശത്തോടെ എടുത്തെടുത്ത് പറയുന്നത്. തങ്ങളുടെ VS ഇപ്പോൾ ഒരു ചെന്താരകമായി, ചുവന്ന നക്ഷത്രമായി അങ്ങ് ആകാശത്തെത്തി നിൽക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം ആനന്ദലബ്ധിക്ക് എന്നുള്ള വാക്കുകളടക്കം പ്രവർത്തകരുടെ മനസ്സുകളിൽ അത്രത്തോളം പതിഞ്ഞ ആ നേതാവിനെ കുറിച്ചുള്ള ആ പ്രതികരണം തന്നെ കേൾക്കുമ്പോൾ കോരിത്തരിപ്പല്ലാതെ മറ്റൊന്നും വരുന്നില്ല എന്നുള്ളതടക്കം ഈ CPIM നേതാക്കളുടെ വാക്കുകളിൽ നിന്നും കേൾക്കുന്നു. ഇപ്പോഴും അനുസ്മരണ സമ്മേളനത്തിലെ വാക്കുകളും കൂടിയാണ് ഈ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. കാരണം CPIM നേതാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, CPIM എന്ന പാർട്ടി സ്ഥാപിതമാകാൻ കാരണമായ ഒരു നേതാവ്, ആ ഒരു സ്ഥാപക നേതാക്കളിൽ ഒടുവിലുള്ള അയാൾ ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു. ഇവരുടെ അത്രത്തോളം സ്നേഹിച്ച
തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എത്രത്തോളം ഇടപെടലുകൾ നടത്തി അല്ലെങ്കിൽ എത്രത്തോളം നിലപാടുകൾ ശക്തമാക്കിയാലും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ കാർക്കശ്യത്തോടെ തങ്ങളുടെ നേരെ കാർക്കശ്യത്തോടെ നിലപാടുകൾ എടുത്ത അത്രത്തോളം ഒരു പിതാവിന് സമാനം അല്ലെങ്കിൽ ഒരു പിതാമഹന് സമാനമായി തങ്ങൾക്ക് തണലായി നിന്ന ആ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് ലക്ഷോപലക്ഷങ്ങളാണ് ഇവിടെ വന്നു ചേർന്നത്. ആ കാഴ്ചകൾ കണ്ട് കണ്ണ് കുളിർമയോടെ CPIM നേതൃത്വമടക്കം അങ്ങനെ വിഹരിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ഒരു VS-ന്റെ ഈ ഒരു യാത്രയയപ്പ് വളരെ അത്ഭുതകരമായാണ് നോക്കിക്കണ്ടത്. അഭൂതപൂർവം എന്നാണ് ഈ ഒരു ജനബാഹുല്യത്തെ തന്നെ CPIM നേതൃത്വം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലതാമസം ഒക്കെ തന്നെ നമ്മൾ നേരിട്ട ഈ ഒരു കാലതാമസം അടക്കം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങിലേക്ക് നയിച്ച ഓരോ സാഹചര്യങ്ങളടക്കം നമ്മുടെ മുന്നിൽ വ്യക്തമായതാണ്. അങ്ങനെ ആലപ്പുഴയുടെ മണ്ണിൽ സമരങ്ങൾ പിറവി കൊണ്ട മണ്ണിൽ പല സമരങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിക്ക് കാരണമായ പല സമരങ്ങളും അത് കൂടുതൽ പിളർപ്പിന് വരെ കാരണമായ പല സമരങ്ങൾ അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ മുന്നിൽ നിന്ന് നയിച്ച നിരവധി പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അബലകൾക്ക് വേണ്ടി സംസാരിച്ച ഇരകൾക്ക് വേണ്ടി സംസാരിച്ച അടിച്ചമർത്തൽ നേരിട്ടവർക്ക് വേണ്ടി സംസാരിച്ച മതികെട്ടാൻ ചോല ഇന്ന് ദേശീയോദ്യാനമായി മാറാൻ കാരണമായ ആ ഒരു ശക്തിയാണ് ഇപ്പോൾ അഗ്നിക്കിരയായിരിക്കുന്നത്. വൃന്ദ, തീർച്ചയായും വൻ ജനാവലിയെ സാക്ഷി നിർത്തി തൊണ്ട പൊട്ടുന്ന മുദ്രാവാക്യങ്ങൾ ബാക്കിയാവുന്ന ആ ചുവന്ന നക്ഷത്രം ഓർമ്മയാക്കി അദ്ദേഹത്തിന്റെ ചിത എരിയുമ്പോൾ പോലും ഇപ്പോഴും ആ മുദ്രാവാക്യ വിളികൾ അവസാനിക്കുന്നില്ല. അവസാനത്തെ തീനാളവും കെടുമ്പോൾ പോലും ആ മുദ്രാവാക്യം ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ്. ആ മുദ്രാവാക്യങ്ങൾ ചെന്നു കയറുന്നത് ഓരോ ഹൃദയങ്ങളിലേക്കാണ്. തങ്ങളുടെ നേതാവിൻ്റെ ഈ അവസാന മണിക്കൂറുകളിലേക്കാണ്. പുന്നപ്രയിലെ രക്തസാക്ഷികളുടെ മണ്ണായ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇനി ആദ്യ വിശ്രമം.